ഇവിടെ പുഴു മത്തങ്ങയുടെ അടുത്ത് വന്ന് രണ്ട് മുട്ടുമുട്ടി ആരെങ്കിലും അകത്തുണ്ടോ എന്ന് ചോദിക്കാണ്. കുറച്ചുനേരം വെയിറ്റ് ചെയ്തിട്ടും ആരെയും കാണുന്നില്ല. അപ്പോൾ പുഴു മത്തങ്ങയുടെ ഉള്ളിൽ കയറി സുഖിച്ച് കിടക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു മനുഷ്യൻ വാതിൽ തുറന്ന് അങ്ങോട്ടേക്ക് വരികയാണ്. വാതിൽ തുറന്ന ഒച്ച കേട്ട് പുഴു തല പൊക്കി നോക്കി. അവൻ അയാളെ കണ്ടു. അയാൾ അവിടെ ഇരുന്ന ആപ്പിളിന്റെ കൊട്ടയെടുത്ത് ഉരുളക്കിഴങ്ങിന്റെ കൊട്ടയുടെ മുകളിൽ വെച്ചു. അയാൾ അത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാൻ നോക്കുകയാണ്. പുഴു വേഗം മത്തങ്ങയിൽ നിന്നും ഇറങ്ങി വന്ന് അരിച്ചരിച്ച് അവിടെ ഇരുന്ന ഒരു ടിന്നിന് ഒരു തട്ടും ഒരു തള്ളും വെച്ചു കൊടുത്തു. ടിൻ ഉരുണ്ട് താഴേക്ക് പോയി. മരക്കഷ്ണത്തിലും പാത്രത്തിലും തട്ടി വലിയ ശബ്ദം ഉണ്ടാവാണ്. അയാൾ രണ്ടു കൊട്ടയും പൊക്കി പിടിച്ചു പോകുമ്പോഴാണ് ആ സൗണ്ട് കേൾക്കുന്നത്. എലിശല്യം കാരണം സ്വൈരമില്ലെന്ന് പറഞ്ഞ് കൊട്ടകൾ അവിടെ വെച്ച് സൗണ്ട് കേട്ട ഭാഗത്തേക്ക് പോയി നോക്കുകയാണ്. ആ സമയം ആപ്പിളിന്റെയും ഉരുളക്കിഴങ്ങിന്റെയും ഉള്ളിലുള്ള പുഴുക്കളെല്ലാം ഓടി ഒളിക്കാൻ തുടങ്ങാണ്. പക്ഷേ ഈ എലിയെ കാണുന്നില്ലല്ലോ. മാർക്കറ്റിൽ നിന്നും നാളെ വരുമ്പോൾ ഒരു വലിയ എലിക്കണി തന്നെ വാങ്ങണമെന്ന് പറഞ്ഞ് അയാൾ തിരിച്ചു നടന്നു. അയാളുടെ കണ്ണിൽ പെടാതെ പുഴുക്കളെല്ലാം മൂലയിൽ പോയി ഒളിച്ചു നിൽക്കാണ്. അയാൾ വന്ന് കൊട്ടകളെല്ലാം എടുത്ത് പൊക്കി പുറത്തു വെച്ച് ഡോർ അടച്ചു. പിന്നീട് എല്ലാ പുഴുക്കളും മത്തന്റെ ഉള്ളിൽ കയറി അതും കഴിച്ച് സുഖിച്ച് കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. അവസാനം ഇവറ്റകളുടെ കൂർക്കം വലി കാരണം അതിലുള്ള പുഴുവിന് ഉറക്കവും വരാതായി.